ടൈപ്സ് ഓഫ് പീപ്പിൾ വിത്ത് സ്ട്രോങ് വിൽ പവർ. അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നല്ല വിൽ പവർ അല്ലെങ്കിൽ ശക്തി, മനഃശക്തിയുള്ള ആളുകളുടെ ആ ഒരു സവിശേഷതകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ദേ ആർ സെൽഫ് കോൺഫിഡൻറ്റ്. വളരെയധികം സെൽഫ് കോൺഫിഡൻറ്റ്, ആത്മവിശ്വാസമുള്ളവരായിരിക്കും അവർ. അതായത് എന്ത് കേട്ടാലും മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും പ്രശ്നമല്ല, എൻ്റെ കഴിവ്, എൻ്റെ ശക്തി, അതിൽ വിശ്വസിക്കുന്ന ആളുകൾ. വിൽ പവർ അല്ലെങ്കിൽ ആ ഒരു ആത്മധൈര്യമുള്ളവരായിരിക്കും അത്തരത്തിലുള്ള ആളുകൾ. രണ്ടാമതായിട്ട്, ദേ ആക്സെപ്റ്റ് ചാലഞ്ചസ്. എന്ത് വെല്ലുവിളികൾ ഉണ്ടായാലും അതവർ ഏറ്റെടുക്കും. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അത് തരണം ചെയ്ത്, അല്ലെങ്കിൽ അത് പേടിച്ച് പകച്ചു പോകാതെ അതിനെ തരണം ചെയ്ത് അത് എനിക്ക് ഈസിയാണ് എന്നുള്ള രീതിയിൽ, നല്ല പ്രയാസമുള്ള കാര്യമായിരിക്കും എന്നാൽ തന്നെയും ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ അവർ, ആ സെൽഫ് കോൺഫിഡൻസിൽ അവർക്ക് ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ സാധിക്കും. പിന്നീട് ദേ ആർ നോട്ട് ജെലസ് അബൌട്ട് അതേഴ്സ് സക്സസ്. മറ്റുള്ളവർക്കൊരു സക്സസ് ഉണ്ടായാൽ, വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഓഹോ അവർക്കത് കിട്ടിയല്ലോ എന്നുള്ള അസൂയൊന്നുമില്ല. കിട്ടിയത് അത് അവരത് അധ്വാനിച്ചിട്ട് കിട്ടിയതാണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കഠിനാധ്വാനത്തിന് കിട്ടിയതാണ്, അത് നന്നായി എന്ന് അവരെ പോയിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാനും, അതേപോലെ തന്നെ ആ ഒരു നന്മയിൽ, അവർക്കുണ്ടായ ആ ഒരു വിജയത്തിൽ അല്ലെങ്കിൽ ആ ഒരു നന്മയിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കും ഈ സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ടുള്ള വിൽ പവർ ഉള്ള ആളുകൾ. പിന്നീട് ദേ സ്ട്രോങ്ലി ഒപ്പോസ് ബാഡ് തിങ്സ്. ഇപ്പം എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യമാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അത് പറയാൻ മടിക്കും. അതായത് ഇപ്പം ആരായാലും അത് ചെയ്തത് തെറ്റാണ് എന്ന് പറയാൻ നമുക്ക് ചിലപ്പോൾ ആ ഒരു ബന്ധത്തിൻ്റെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹയർ അതോറിറ്റി ആയിരിക്കാം, അങ്ങനെ എന്താണെങ്കിലും ചെയ്തത് തെറ്റാണെങ്കിൽ പോലും നമ്മൾ അത് പറയാൻ മടിക്കുന്ന ആളുകൾ. പക്ഷേ ഈ സ്ട്രോങ് വിൽ പവർ ഉള്ള ആളുകൾ അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ പറയും. അത് ആരായാലും, അത് ഏത് ഹയർ അതോറിറ്റി ആയാലും ചെയ്തത് തെറ്റാണെങ്കിൽ തെറ്റാണ് എന്ന് മുഖത്ത് നോക്കി പറയുന്നതിന് അവർക്ക് മടിയില്ല. അതിൻ്റെ കോൺസിക്വൻസ് എന്ത് തന്നെ ആയാലും അതിൽ അവർ ആ ഒരു, നമ്മൾ പറയാറുണ്ട്, സത്യവാനായിരിക്കും. ആ സത്യത്തിനും നീതിക്കും നിരക്കാത്തത് ചെയ്യാറില്ല അവർ. പിന്നീട് ദേ നീഡ് ടു സേ, അല്ലെങ്കിൽ ദേ ആർ റെഡി ടു സേ നോ ടു ബാഡ് തിങ്സ്. അതായത് അവർക്ക് പറ്റാത്ത കാര്യമാണ് എങ്കിൽ, അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് എങ്കിൽ എവിടെയാണ് അതിന് തടയിടേണ്ടതെന്ന് അവർക്കറിയാം. അതായത് നോ പറയേണ്ട സ്ഥലത്ത് അവർ നോ പറയും. അതേപോലെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സേവനങ്ങളാണെങ്കിൽ അത് എന്ത് തന്നെ പ്രതിസന്ധി ഉള്ളതായാലും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അത് ചെയ്തു കൊടുക്കും. അതേസമയം അവർക്ക് പറ്റില്ല എങ്കിൽ നോ എന്ന് പറയാം. ആദ്യമൊക്കെ ഒരു മടി ഉണ്ടാവും, അതായത് എങ്ങനെ പറയുമെന്നൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അവർ പറ്റില്ലെങ്കിൽ, അത് അവർക്ക് നീതിക്കും സത്യത്തിനൊക്കെ നിരക്കാത്തതാണ് എങ്കിൽ നോ എന്ന് തന്നെ അവർ പറയും. പിന്നീട് ഹാവ് പേഴ്സണൽ സ്പേസ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ടാവും. പേഴ്സണൽ സ്പേസ് മീൻസ് അവരുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള, അതായത് ഇപ്പം ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെങ്കിൽ അത് കഴിക്കുക, യാത്രകൾ നടത്തുക, ബുക്കുകൾ വായിക്കുക, അവരുടേതായിട്ടുള്ള ഒരു സ്പേസ്, അവരുടേതായിട്ടുള്ള ഒരു ലൈഫ് അവർക്കുണ്ടാവും. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അവരൊരു സമയം കണ്ടെത്തുന്നവരായിരിക്കും സ്ട്രോങ് വിൽ പവർ ഉള്ള ആളുകൾ. ചിലർ നമുക്കറിയാം മറ്റുള്ളവരുടെ കളിപ്പാവയായിട്ട് അവർ പറയുന്നതിനനുസരിച്ച് തുള്ളുന്ന ആളുകളായിരിക്കും. പക്ഷെ ഇവരങ്ങനെയല്ല, അവരുടേതായിട്ടുള്ള ഡിസിഷൻസ് ഉണ്ടാകും, ഡ്രീംസ് ഉണ്ടാകും, അവരുടെ സ്വപ്നങ്ങളും അതിൻ്റെ പിന്നാലെ പോകുന്നവരായിരിക്കും. മറ്റുള്ളവരോടൊപ്പം തന്നെ അവരുടെ ആ ഒരു സ്പേസിനും അവർ പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും. ഹാവ് എ നൈസ് ഡേ.